ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ഷിജു ആചാര്യ പൗനൂർ, വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ കർമാചാര്യനാണ്. വിശ്വകർമ്മ സനാതന ധർമ്മ തത്വം ഈ ഭാരതമാകെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വിശിഷ്യ കേരളത്തിൽ ഇതൊന്നും ആചരിക്കാതെ വിശ്വകർമ്മജർ തങ്ങളുടെ ഭൗതിക സത്ത തേടി അലയുകയാണ്. വിശ്വകർമ്മജരോട് പറയാനുള്ളത് എല്ലാം വിശ്വകർമ്മ മണ്ഡലത്തിൽ മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന രീതിയിൽ നാം എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ വിശ്വകർമ്മ തത്വങ്ങളും വിശ്വകർമ്മ സനാതന ധർമ്മങ്ങളും പ്രാവർത്തികമാക്കി വരേണ്ടതാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരു വാസ്തുമണ്ഡലത്തിലെ കണ്ണിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, വാസ്തുശാസ്ത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അബദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ഈ ഒരു സനാതന ധർമ്മവുമായിട്ട്, ഈ ഒരു ജീവിത രീതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളെക്കാൾ മുമ്പിൽ അവരാണ് വിരുദ്ധന്മാരെന്ന് കാണിക്കുന്ന രീതിയിൽ പല വീടുകളിലും പല അമ്പലങ്ങളിലും ഒക്കെ തന്നെ അവിടെയുള്ള സെക്രട്ടറിയോ പ്രസിഡൻറ്റോ തന്നെ ഇതിനെക്കുറിച്ച് എല്ലാം ഗ്രാഹ്യമുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. ആരാണ് ഇവർക്ക് ഇത്രത്തോളം ഗ്രാഹ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്? അവർക്ക് ഗ്രാഹ്യങ്ങൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കവലകളിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളിൽ നിന്നും അബദ്ധ ജടിലമായ കാര്യങ്ങളെ പടച്ചു വിട്ടുകൊണ്ട് അത് ശരി എന്ന രീതിയിൽ അതിനെ കാണുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വാസ്തു മണ്ഡലത്തിൻ്റെ കണ്ണിൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു വാസ്തുമണ്ഡലത്തിൽ നമുക്ക് ജനാലകൾ ഉണ്ടാവില്ല, ജനാലകൾ അല്ലെങ്കിൽ വിൻഡോസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഘനദ്വാരങ്ങൾ ഉണ്ടാവും. ഘനദ്വാരങ്ങൾ എന്നാൽ പ്രധാനപ്പെട്ട വാതിലുകൾ ഉണ്ടാവും. ഒരു വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ സനാതന ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം, സ്വാഭാവികമായ വെളിച്ചം, സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ വെളിച്ചം നമ്മുടെ മാനസികാവസ്ഥ, ധൈര്യം, അതേപോലെ തന്നെ സ്ഥൈര്യം എന്നിവ നിലനിർത്തുവാനുള്ള ഒരു പ്രകൃതിദത്ത മാർഗമാണ്. രണ്ടാമതാവട്ടെ, നമ്മുടെ വെന്റിലേഷനിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ശുദ്ധമായ ആരോഗ്യപരമായിട്ടുള്ള വായു സഞ്ചാരം നമുക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ സമൃദ്ധി നൽകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പോസിറ്റിവിറ്റി നൽകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം വാസ്തുമണ്ഡലത്തിൻ്റെ കണ്ണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാസ്തുമണ്ഡലം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഭിത്തി ഉയരത്തിൽ നിന്നും അതിൻ്റെ പകുതിയിൽ നിന്നുമാണ്. അതായത് ഭിത്തി ഉയരത്തിൽ ആരംഭത്തിൽ അതിൻ്റെ പാതുക ജാനുക്കളിൽ നിന്നും ആരംഭിച്ച് അതിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹൃദയം എവിടെയാണോ നിലനിൽക്കുന്നത് അത്രയും ഉയരത്തിൽ, അതായത് മധ്യസൂത്രം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഒരു വാസ്തുമണ്ഡലം ആരംഭിക്കുന്നതെങ്കിൽ ആ വാസ്തുമണ്ഡലത്തിലേക്ക് സ്വാഭാവിക വെളിച്ചവും വായുവും അതേപോലെ തന്നെ ചലനാത്മകതയും കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം ഒരു വാസ്തുവിൻ്റെ കണ്ണ് അഥവാ വെന്റിലേഷൻ സ്ഥാപിക്കുവാൻ എന്നുള്ളതാണ്. ഇനി ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അന്ധജാലങ്ങൾ മൂടിക്കട്ടിയ ജാലങ്ങളുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ബന്ധനദ്വാരമുണ്ടാകും, ബന്ധിപ്പിച്ച ദ്വാരങ്ങളുണ്ടാകും. അതേപോലെ തന്നെ തെറ്റായ രീതിയിൽ സൂത്രവിന്യാസങ്ങൾ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ വേണ്ടിയുള്ള പരിഹാരങ്ങൾ കൊടുക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്ത് ബന്ധനത്തിലായിരിക്കുന്ന ദ്വാരത്തിനെയും അന്ധവാതായനങ്ങളെയും തെറ്റായ പ്ലാനിങ്ങിലൂടെയുമൊക്കെ വന്നിട്ടുള്ള സൂത്രവിന്യാസങ്ങളിൽ അല്ലെങ്കിൽ കണ്ണുകളുടെ പ്രാധാന്യത്തെ കുറച്ചു കാണിക്കുന്ന രീതിയിലുള്ള നിർമ്മിതിയിൽ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, മാനസികപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിപരമായ പ്രശ്നങ്ങൾ, ധൈര്യാത്മകമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്.
അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കുവാൻ വേണ്ടിയിട്ട് ഒരു വാസ്തുമണ്ഡലത്തിൽ കൃത്യമായിട്ട് വാസ്തുവിൻ്റെ കണ്ണ് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വാസ്തുവിൻ്റെ കണ്ണ് നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നിർമ്മിതിയെയും നമ്മുടെ ഓഫീസിനെയും നമ്മുടെ നമ്മെ തന്നെയും, നമുക്കും കൃത്യമായ സ്ഥലത്തല്ലേ കണ്ണുള്ളത്. ജീവൻ പ്രാണൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്നത് രണ്ട് കണ്ണുകളുടെയും തൊട്ട് മുകളിലായിട്ടാണ്. അതായത് നമ്മുടെ പിരുകങ്ങളുടെ നടുക്കായിട്ടാണ് ജീവൻ. ഈ ജീവനെ പ്രധാനപ്പെട്ടതായിട്ട് ഈ ലോകത്തിനൊക്കെ അറിയാൻ സഹായിക്കുന്ന, ആത്മാവിനെ ദർശിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് കണ്ണുകളുള്ളത്. അതേപോലെ തന്നെ പ്രാണനിലേക്ക് വായു കൊടുക്കുന്ന ജീവൻ്റെ അടിയിൽ കൂടെയാണ് വാതായനം പോകുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ഘനദ്വാരങ്ങളായിട്ടും വാതായനങ്ങളായിട്ടും നമ്മുടെ ശരീരഘടനയെ പോലെ തന്നെയാണ് വാസ്തുമണ്ഡലവും എന്ന് മനസ്സിലാക്കുവാൻ നമുക്കും സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഞങ്ങളുടെ വീഡിയോ എത്തിക്കുവാൻ വേണ്ടി സഹകരിക്കുക. നന്ദി, നമസ്കാരം.